നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാനിവിടെ കോവളത്തിനടുത്തുള്ള ശ്രീ കുന്നുംപാറ മുരുകൻ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. രാവിലെ ദർശനമൊക്കെ കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച മുരുക ഭഗവാനെ വന്ന് കണ്ടു. അതൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കാര്യം ഒന്ന് അറിയിക്കണം, അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം. ശ്രീനാരായണ ഗുരുദേവൻ പണി തുടങ്ങി. എന്ത് പണി? ശ്രീനാരായണ ഗുരുദേവൻ എന്ത് പണി തുടങ്ങി? ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ എന്താ പണി ചെയ്യാതിരിക്കുമായിരുന്നോ? അതല്ല ഞാൻ പറഞ്ഞത്. ഗുരുദേവൻ എന്താണോ നമ്മളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിച്ചതൊന്നും നമ്മളൊന്നും കറക്റ്റ് അതിൻ്റേതായ ഒരു ബലത്തിൽ നമ്മളതൊന്നും ഉൾക്കൊണ്ടില്ല. നമ്മളൊക്കെ കേട്ടു, പക്ഷേ ഉൾക്കൊണ്ടില്ല. നമ്മളൊന്നും അതിനെ മനസ്സിൽ ആക്കിയില്ല, മനസ്സിൽ ഉറപ്പിച്ചില്ല. എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ പാടി കളഞ്ഞു. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ ഉദ്ദേശിച്ചത്, എന്തിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചോ, എന്തിലേക്ക് നമ്മളെയൊക്കെ മനസ്സുകളെ കൊണ്ടെത്തിക്കുവാൻ ഉദ്ദേശിച്ചോ, അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ആ തന്ത്രങ്ങളുടെ ഒരു ഭാഗമായിട്ട് പണ്ടുമുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട് ശ്രീനാരായണ ഗുരുദേവനെ വിമർശിക്കുന്നവർ. പണ്ട് ഇത്രത്തോളം ശക്തമായിരുന്നോ എന്നുള്ളത് അറിയത്തില്ല. എന്നാൽ ഇപ്പോൾ നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുമൊക്കെ ഒരുപാട് പേര്, അല്ലേ, ആരെയും പേരെടുത്തൊന്നും പറയുന്നില്ല, കുറേ പേർക്കുണ്ട്, അവരൊക്കെ അങ്ങ് അർമാദിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവനെയും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഒരുപാട് പച്ചയ്ക്കൊക്കെ തെറി വിളിക്കുകയാണ്. അങ്ങനെ പല സംഭവങ്ങൾ, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, കേട്ടോ. ശ്രീനാരായണ ഗുരുദേവൻ പണി തുടങ്ങി. ഇത്രയും നാൾ നല്ല രീതിയിൽ കുറേ ജ്ഞാനം നേടിയവരിലൂടെയും നേടാൻ ആഗ്രഹിക്കുന്നവരിലൂടെയും ഒക്കെ പുസ്തകങ്ങളിലൂടെയും ഒക്കെ വിവരങ്ങൾ അറിയിച്ചു. നമ്മളിലേക്ക് ഓരോ പാഠങ്ങൾ തന്നു. നമ്മളതൊക്കെ ഉൾക്കൊണ്ടോ? ഇല്ല. ആരും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്നും ആരും എത്തിപ്പെട്ടിട്ടില്ല. എല്ലാം പുറത്തു നിന്ന് കളിക്കുന്നു. ആ യഥാർത്ഥ സത്യത്തിലേക്ക് എത്താൻ വേണ്ടി ആർക്കും അതിന് മെനക്കെടാൻ വയ്യ. അതെന്തോ വലിയ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞാണ് നടക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വിമർശകർ ഇപ്പോൾ വിമർശിക്കുന്നു. അവരുടെ വാക്കുകൾക്ക് മൂർച്ച കൂടുതലാണ്. എന്നാൽ അവർ പോലും അറിയുന്നില്ല. ഈ വിമർശനങ്ങൾ ഒക്കെ എന്തുകൊണ്ട് ഇവരുടെ നാവിൽ നിന്നിപ്പോൾ വരുന്നു, ഇത് അവർ പോലും അറിയുന്നില്ല. അപ്പോൾ അവരുടെ നാവിലൂടെ ഈ വിമർശനങ്ങളൊക്കെ വന്നാൽ നവമാധ്യമങ്ങളിലൂടെ ആകുമ്പോൾ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേര് ഇതൊക്കെ കേൾക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാരുടെയൊക്കെ ഉള്ളൊന്ന് പിടയ്ക്കും, ഇല്ലേ? ഇവർക്കെതിരെ ശബ്ദിക്കുന്നവർ കുറച്ച് പേര് കാണും, ഇവർക്കെതിരെ ശബ്ദിക്കാത്തവർ കുറച്ച് പേര് കാണും. മൗനം വിദ്വാനുഭൂഷണം എന്നുള്ള തത്വത്തിൽ പിടിച്ച് നിൽക്കുന്നവർ കുറേ പേര് കാണും. പക്ഷേ ഈ വിമർശനത്തിൻ്റെ വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കും, നമ്മളെ തളർത്താം. എന്നാലും ഗുരുദേവൻ അതിലൂടെയും നമ്മളെ
ഈ പ്രവർത്തികളിലൂടെയും ഈ വിമർശനങ്ങളിലൂടെയും ഈ വാക്കുകളിലൂടെയും നമ്മളെ ഗുരുദേവനിലേക്കും ഗുരുദേവൻ ഈശ്വരനിലേക്കും, അല്ലേ, ഗുരുവല്ലേ, ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള മാർഗമല്ലേ, ഈശ്വരനിലേക്ക് പരമാത്മാവിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുവാനുള്ള മാർഗം പറഞ്ഞു തന്നതല്ലേ. അപ്പോൾ ഗുരു അതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ എല്ലാ പേരും ശ്രദ്ധിക്കണം. ഈ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവരെ പോലെ നമ്മൾ മാറണ്ട. പക്ഷേ അവരോട് മറുപടി പറഞ്ഞോ ഇല്ലെങ്കിൽ അവരോട് വാക്കടിച്ചോ നമുക്ക് വിജയിക്കേണ്ട. നമുക്ക് വിജയിക്കേണ്ടത് എന്താണ്? അവരെ കൊണ്ടാണ് ഇപ്പോൾ ഗുരുദേവൻ പണി എടുപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരെ കൊണ്ടാണ് ഗുരുദേവൻ ഇപ്പോൾ പണി എടുപ്പിക്കുന്നത്. എന്തിനെ? നമ്മൾ ഓരോരുത്തരും ഗുരുദേവൻ പറഞ്ഞ ഗുരുദേവൻ കാട്ടിത്തന്ന വഴിയിലൂടെ ഈശ്വരനിലേക്ക്, പരമാത്മാവിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരും എത്രയും പെട്ടെന്ന് ശ്രമിക്കണം. അല്ലാതെ വിമർശിക്കുന്നവരെ നമ്മൾ തല്ലാനും പോണ്ട, കൊല്ലാനും പോണ്ട, അവർക്ക് വാക്ക് കൊടുക്കാനും പോണ്ട, അവരോട് തർക്കിക്കുകയും വേണ്ട. തർക്കം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇതൊക്കെ കേൾക്കുവാൻ നമ്മുടെ കാതുകൾക്ക് അവസരം കിട്ടിയോ? ഇതൊക്കെ നമ്മളെ മനസ്സുകളെ വേദനിപ്പിച്ചുവോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഗുരുദേവനിലേക്ക് ആദ്യം തിരിയുക. ഗുരുവിനെ ശരണം പ്രാപിച്ച് ഗുരുദേവൻ കാട്ടിത്തന്ന വഴികളിലൂടെ പരമാത്മാവിലേക്ക് എത്തിച്ചേരുക. അതല്ലേ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ?